നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ഓട്ടിസ്റ്റിക് ഡിസോർഡറാണ്. ഓട്ടിസ്റ്റിക് ഡിസോർഡർ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് 1943 അത് കണ്ടുപിടിച്ച ആളാണ് ലിയോ കാനർ എന്ന് പറയുന്ന ആൾ. നമ്മൾ ഇഗ്നോയിലെ സെക്കൻഡ് ഇയറിലെ MA സൈക്കോളജിയിലെ പേപ്പറായിട്ടുള്ള സൈക്കോപതോളജിയിലെ ഒരു ഭാഗമാണ് ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡർ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസോർഡറാണ്. കാരണം കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസോർഡറാണ്. ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡർ വരുന്ന പെർവേഴ്സീവ് ഡെവലപ്മെൻറ്റ് ഡിസോർഡറിന് കീഴിൽ വരുന്ന വൺ ഓഫ് ദി ഡിസോർഡറാണ് ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യകാലത്ത് ഇത് വിചാരിച്ചിരുന്നത് പേരൻസിൽ നിന്ന് വേണ്ട വിധത്തിൽ കെയർ കിട്ടാത്തത് കൊണ്ടാണ് ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡർ ഉണ്ടാവുന്നത് എന്നാണ്. എന്നാൽ പിന്നീട് അത് മനസ്സിലാക്കി ബയോളജിക്കലായിട്ടുള്ള ജനറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സാണ് ഈ ഓട്ടിസ്റ്റിക് ബിഹേവിയർ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് കാരണമെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ക്രോമസോം 13 ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓട്ടിസ്റ്റിക് ബിഹേവിയർ ഡിസോർഡർ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് കാരണമെന്ന് പറയുന്നു. ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡർ തന്നെ അല്ലെ ബിഹേവിയർ തന്നെ വേറെ മറ്റ് പല ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന തുടർന്നുള്ള ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബേസിക്കായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഈ ഓട്ടിസ്റ്റിക് പോലുള്ള ഒരു ഡിസോർഡർ പരിചയപ്പെടുമ്പോൾ ഉറപ്പായിട്ടൊരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകണം. പക്ഷേ അങ്ങനെ ഒരു കേസ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കേസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഞാനിവിടെ പറയുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് DSM-4 5 TR ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടും. അത് ഓൺലൈനായിട്ട് ഈ DSM ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടിസ്റ്റിക് ഡിസോർഡറിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു വന്നതുപോലെ ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡർ അഫക്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ഏരിയയാണ്. 1 കമ്മ്യൂണിക്കേഷൻ, 2 സോഷ്യൽ ഇൻട്രാക്ഷൻ, 3 ബിഹേവിയർ. ഇങ്ങനെയുള്ള 3 ഏരിയകളിലാണ് ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡറുകൾ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പെർവേഴ്സീവ് ഡെവലപ്മെൻറ്റ് ഡിസോർഡറിൻ്റെ കീഴിലാണ് ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡർ വരുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പം നമ്മൾ DSM-5 TR അനുസരിച്ചാണെങ്കിൽ, പുതിയ DSM-5ൻ്റെ കാറ്റഗറി അനുസരിച്ചാണെങ്കിൽ പെർവേഴ്സീവ് ഡെവലപ്മെൻറ്റ് ഡിസോർഡർ എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡർ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ആൺകുട്ടികളിലാണ്. കാരണം പെൺകുട്ടികളെക്കാൾ 5 മടങ്ങ് കൂടുതലാണ് ആൺകുട്ടികളെ ഇത് അഫക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ 100-ൽ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്കെങ്കിലും ഈ ഒരു ഓട്ടിസ്റ്റിക് ഡിസോർഡർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മാത്രമല്ല റീസെൻ്റ്ലി ഈ ഓട്ടിസത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്നതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പല കുട്ടികൾക്ക് ഈ ഫോൺ ഇപ്പം നിലവിൽ കണ്ടു വരുന്ന കാര്യം ഇതാണ്. നമ്മൾ ഓട്ടിസം ഒരു ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ആണെന്ന് പറയുന്നുണ്ട്, അത് ജനറ്റിക്കലായിട്ട് കിട്ടുന്നു പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പം ഫോണിൻ്റെ ഉപയോഗം ഓട്ടിസത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള സിംറ്റംസ് നോർമലായിട്ടുള്ള കുട്ടികളിൽ കാണാനായിട്ട് ഇടവരുത്തുന്നുണ്ട്. പക്ഷേ ഇത് ഈസിയാണ്, കുറച്ചും കൂടെ ഈസിയാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെയും ഈ ഒരു ഇത് കണ്ടുവരുന്നുണ്ട് കുട്ടികളിൽ. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓട്ടിസം പല ഡിഗ്രിയിലുണ്ട്. പല ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിവിയറിറ്റി വ്യത്യസ്തമാണ്. ചില കേസുകളിൽ മൈൽഡാണ്, ചില കേസുകളിൽ സിവിയറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മൈൽഡായിട്ട് വരുന്ന കേസുകളിലൊക്കെ തന്നെ അപ്പോൾ അവർക്ക് നോർമൽ ആളുകളെ പോലെയൊക്കെ തന്നെ ആയിരിക്കും അവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ. പക്ഷേ എങ്കിലും അവർക്ക് സാധാരണക്കാരെ പോലെ ഒരു ആവറേജ് ഇൻ്റലിജൻസോ അല്ലെങ്കിൽ ഇപ്പോൾ ആവറേജ് ഇൻ്റലിജൻസൊക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് അവരുടെ ബിഹേവിയറിനകത്ത് ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ സിവിയറായിട്ടുള്ള കേസുകളിൽ അവർക്ക് സിവിയറായിട്ടുള്ള മെൻ്റൽ റിട്ടാർഡക്ഷനൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ
നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിനെ നമുക്ക് 3 ഏരിയകളിലാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയർ. നമുക്കിത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനാണ്. അപ്പോൾ അതായത് ഇങ്ങനെയുള്ള കുട്ടികൾ, അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷനോടും താല്പര്യം ഉണ്ടാവത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് കളിക്കുന്ന രീതിയാണ് അവർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ ആളുകളോട് സ്നേഹം പ്രകടനം നടത്തുക, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ, ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോയി കൂടുതൽ കമ്പനികൾ ഉണ്ടാക്കുക, മറ്റ് സമാന പ്രായത്തിലുള്ള കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുക എന്നീ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു അവർ കളിക്കാനൊക്കെ ആഗ്രഹിക്കും. പക്ഷേ കളിക്കുന്നതൊക്കെ തന്നെ അവർ ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കും അവർ കളിക്കുന്നത്. ഒറ്റയ്ക്ക് കുറച്ച് ടോയ്സൊക്കെ ആയിട്ട് അവരിരുന്ന് കഴിക്കും. പക്ഷേ ടോയ്സായിട്ട് കളിക്കുന്ന രീതിക്കും വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കുട്ടിക്ക് ഒരു പാവ കൊടുത്താൽ അതിനെ ഒന്നെങ്കിലൊക്കെ ഒരുക്കി എന്തെങ്കിലും ഒരു പേരൊക്കെ ഇട്ടായിരിക്കും അവർ കളിക്കുന്നത്. പക്ഷേ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ അടുക്കി വെക്കും, കുറേ സാധനങ്ങളെടുത്ത് അടുക്കി വെക്കും. അത് വീണ്ടും ഡിസോർഗനൈസ് ചെയ്ത് വീണ്ടും അത് അടുക്കി വെക്കും. ഈ ഒരു രീതിയിലായിരിക്കും അവരുടെ ഒരു കളികൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കിയാലും ഈ ഓട്ടിസ്റ്റിക് ചൈൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് സാധാരണ കുട്ടികളിൽ നിന്ന് നമ്മൾ കാണപ്പെടുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഓട്ടിസ്റ്റിക് ചൈൽഡിന് അവർക്ക് ഇമോഷൻ ഇല്ല, അല്ലെങ്കിൽ അവർ പേരൻസുമായിട്ടോ മറ്റു ആൾക്കാരുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവും ഇമോഷണാലിറ്റി കീപ്പ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് ഇമോഷനുണ്ട്, പക്ഷേ അവരുടെ വേ ഓഫ് എക്സ്പ്രഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അസ് എന്ന് മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പം മറ്റുള്ള ആൾക്കാരുടെ സമീപമോ അല്ലെങ്കിൽ സമീപനമോ ഒന്നും തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ അവർ കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോകമുണ്ട്. ആ ലോകത്തായിരിക്കും അവർ മിക്കപ്പോഴും. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, മറ്റു കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഇൻട്രസ്റ്റ് കാണത്തില്ല. പിന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇവർ ഇത് കാണുന്നില്ല. ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജസ്റ്റേഴ്സ്, അല്ലെ ഐ കോണ്ടാക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഏരിയയിലേക്ക് പോകാം. രണ്ടാമത്തെ ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസെപ്റ്റീവ് ലാംഗ്വേജും ഉണ്ട്, എക്സ്പ്രസീവ് ലാംഗ്വേജ് ഉണ്ട്. അതായത് റിസെപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാംഗ്വേജിനെ കേട്ട് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ റിസെപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജിന് കേസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസ് എടുക്കുമ്പോൾ ഈ 2 ഏരിയയ്ക്കും ഇതിനകത്ത് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ചില കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റേ ഉണ്ടാകത്തില്ല, ചില കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. പക്ഷേ എന്താണ് സംഭവിക്കുക, അവർക്ക് വളരെ ലാക്കായിട്ടുള്ള ലാംഗ്വേജ് എബിലിറ്റീസേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് പറയുക? ഓക്കെ, അമ്മ അല്ല അച്ഛ അല്ലെങ്കിൽ സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയും, എനിക്ക് ഇന്ന കാര്യം വേണം, എനിക്ക് വിശക്കുന്നു, എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ എനിക്ക് എനിക്ക് വിശക്കുന്നു, എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ പൂറാണ്. ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ അവർ പറയുന്നത് ഇങ്ങനെയാണ്, വെള്ളം ദാഹിക്കുന്നു എന്ന് 2 വാക്കേ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അല്ലാണ്ട് വലിയ സ്ട്രക്ചറൽ ആയിട്ടല്ല ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ അവരവിടെ ഇരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുക. ഇപ്പം നമ്മൾ അവരെ വിളിച്ചാൽ പോലും അവർ ചിലപ്പോൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അവർ അവരുടെ തന്നെ ലോകത്തിങ്ങനെ മുഴുകിയിരിക്കുക, അങ്ങനെയായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സംസാരിക്കുന്ന രീതി അവർക്കുണ്ടെങ്കിൽ, അല്ല സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവർ പലപ്പോഴും ഒരാളുമായിട്ട് അങ്ങോട്ട് പോയി മിണ്ടുകയോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. പിന്നെ അവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്ലാറ്റായിട്ടുള്ള അല്ലെ മൊണോട്ടോമസ് ആയിട്ടുള്ള ഒരു സംസാര രീതിയാണ്. അതായത് ഒരേ ടൂണിൽ തന്നെ ഇങ്ങനെ എങ്ങനെയാണ് പറയാം, ഞാനവിടെ അവരിങ്ങനെ സംസാരിക്കത്തുള്ളൂ. അത്ര ഫ്രീക്വൻ്റായിട്ട് സംസാരിക്കുന്നല്ല, ഒരേ ടോൺ ഒരേ ഇതായിരിക്കും. അതിനകത്ത് ഈ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ
പോസ് ചെയ്ത് സംസാരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അവർ ഒരേ ടോണിലായിരിക്കും സംസാരിക്കുക. പിന്നെ അവർക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എക്കോലാലിയ എന്ന് പറയും. അതായത് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് തിരിച്ച് അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണ്, മോനെ ഇതേ നോക്ക് ഒരു എയറോപ്ലെയിൻ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി എയറോപ്ലെയിൻ എന്ന് തിരിച്ച് നമ്മളോട് ഇങ്ങനെ പറയും. അപ്പം അങ്ങനെയുള്ള രീതികൾ ഈ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഡയറക്ഷൻസ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അതൊന്നും അവർക്ക് ഫോളോ ചെയ്യാനായിട്ടൊന്നും കഴിയണമെന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ഏരിയയാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയാണ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ചില അബ്നോർമൽ ബിഹേവിയർ, പ്രത്യേകിച്ച് കാരണമൊന്നും കാണത്തില്ല, അങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ചില ബിഹേവിയേഴ്സ് അവർ കാണിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാൻഡ് ഫ്ലാപ്പിംഗ്. അവർ ഇങ്ങനെ ചില സമയം ഇങ്ങനെ ഹാൻഡ് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കുടയുക, അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നിർത്താനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും, അങ്ങനെയൊക്കെ തിരിച്ചായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഈ പറയുന്ന വളരെ സെൻസിറ്റീവ് ആയിരിക്കും പല കാര്യങ്ങളോടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സൗണ്ടിനോട്, അല്ല ചില ടാക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടച്ച്, അതിനോട്, ചില വിഷ്വൽസിനോടൊക്കെ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. നമുക്കത് കേട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ഇവരിങ്ങനെ ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സെൻസിറ്റീവായിട്ട് ആയതുകൊണ്ട് തന്നെ വളരെ വൈൽഡായിട്ടായിരിക്കും അങ്ങനെയുള്ള ചില സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുക. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണ്, ഇങ്ങനെ ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുന്ന കസേര എടുത്ത് നിരക്കി മാറ്റിയെന്ന് വിചാരിക്കുക. ആ സൗണ്ട് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കായിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പം ഒരു ദേഷ്യപ്പെട്ടായിരിക്കും, പിന്നെ അതിൽ ഒരു അക്രമ രീതിയൊക്കെ കാണിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ചില സെൻസിറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ ടാക്ടൈൽ സെൻസിറ്റിവിറ്റിയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്കിപ്പോൾ ക്ലേ കൊടുത്തിട്ട് കളിക്കാൻ പറഞ്ഞാൽ അവർ കളിക്കത്തില്ല, കാരണം അത് അവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. ഇപ്പം ചെരുപ്പ് ഊരിയിട്ട് പുല്ലിനെ മേളിൽ കൂടെ നടത്തുകയെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ക്ലോത്തുകൾ അവർക്ക് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതികൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പിന്നെ അവർ ഭയങ്കരമായിട്ട് ചിലപ്പോഴൊക്കെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അൺകോപ്പറേറ്റീവ് ആയിരിക്കും, ഒപ്പോസിഷനിലായിരിക്കും. ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കത്തില്ല, അങ്ങനെയുള്ള രീതികളെയും ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ടോയ് വെച്ച് കളിക്കേണ്ടത് അങ്ങനത്തുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അവർക്കൊരു രീതിയുണ്ട് കളിക്കുന്നതിന്, ഇപ്പോൾ ഓർഡറാക്കി വെക്കുക, അങ്ങനത്തുള്ള രീതികളുണ്ട്. അതേ രീതിയിലുള്ള അവർ കളിക്കത്തുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ചില കാര്യങ്ങളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതിനോട് ഭയങ്കരമായിട്ട് ഒരു പ്രീ ഒക്യുപ്പൈഡ് അല്ലെങ്കിൽ ഒബ്സസീവായിട്ട് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയേക്കാം. അപ്പം എപ്പോൾ പോയാലും അത് ആ ഒരു സാധനം കൂടെ വേണം, അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ടേ അവരെന്തെങ്കിലും ചെയ്യത്തുള്ളൂ എന്നുള്ള നിലയിൽ അവർ കാണാറുണ്ട്. പിന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡിൽ കണ്ടുവരുന്നതാണ് ടോ വാക്കിംഗ് എന്ന് പറയുന്നത്. ടോ വാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കാലിങ്ങനെ കുത്തി മാത്രം നടക്കുന്ന ഒരു രീതി ഇത്തരത്തിലുള്ള കുട്ടികളിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ചില ഓഡ് മൂവ്മെൻറ്റുകളുണ്ട്. പിന്നെ അവരുടെ ഒരു രീതി നമ്മൾ പറയുന്നത് വളരെ റിച്വലിസ്റ്റിക് ആയിരിക്കും. റിച്വലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനകത്ത് ഒരു പാറ്റേൺ ഉണ്ടാകും. ഈ പാറ്റേൺ അവർക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ പറഞ്ഞേക്കുന്ന ഉദാഹരണമാണ്, ഇപ്പോൾ കുറച്ച് വെള്ളം കുളിക്കണമെങ്കിൽ ഒരു നിശ്ചിത അളവ് വെള്ളം വേണം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് സ്കൂളിൽ പോകണമെങ്കിൽ അവർക്ക് ഒരു ഡ്രസ്സ് ഇന്ന പാറ്റേണിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അങ്ങനെ ചില റിച്വലിസ്റ്റിക് ആയിട്ടുള്ള രീതികൾ അത് അവർ തെറ്റിക്കത്തില്ല. അവർ തെറ്റിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വയലൻ്റായിട്ടായിരിക്കും ചിലപ്പം അവർ പെരുമാറുന്നത്. അപ്പോൾ ആ ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള രീതികൾ ഇവരെപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഈ ഡിസോർഡർ പലപ്പോഴും മറ്റ് പല ഡിസോർഡറുകളുടെ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന്. അങ്ങനെയുള്ള ഡിസോർഡറുകളാണ് പിന്നെ ഫ്രഗൈൽ എക്സ് സിൻഡ്രം, അതിൻ്റെ ഒരു സിൻഡമായിട്ട് തന്നെ ഓട്ടിസം വരുന്നുണ്ട്. പിന്നെ ട്യൂബറോസ് സ്കെർലോസിസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബ്രെയിനിനകത്ത് ചില ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന അതിനകത്ത് ഇങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് സിംറ്റമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സെറിബ്രൽ
ഡിസ്ജെനിസിസ് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ട്. പിന്നെ റെറ്റ് സിൻഡ്രം. ഇതിനകത്ത് നമ്മളൊക്കെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡിസോർഡറിനെ സിംറ്റമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറേ സ്റ്റഡീസാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ബയോളജിക്കൽ കോസസ് ആണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ഡിസോർഡർ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് അത് മറ്റുള്ളവരിൽ നിന്ന് കുറേയൊക്കെ വ്യത്യാസമായിരിക്കും എന്നുള്ള സ്റ്റഡീസ് പറയുന്നുണ്ട്. പിന്നെ ഓട്ടിസവും ഷീഷറുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം 20 മുതൽ 30% ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് സീഷർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നേരെ തിരിച്ച് പറയുവാണെങ്കിൽ സീഷേഴ്സ് ഉള്ള മറ്റ് കാരണങ്ങൾ കൊണ്ട് സീഷേഴ്സ് ഉള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കാം, അവർക്ക് പിന്നീട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഡെവലപ്പ് ചെയ്തു വരുന്നതിന് കാരണമാകാറുണ്ട് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് നമുക്ക് നോക്കാം. കേസ് എന്ന് പറയുന്നത് കേസ് എന്ന് പറഞ്ഞാൽ ഒരു അലൻ എന്ന് പറയുന്ന കുട്ടിയും അതിൻ്റെ അമ്മയും കൂടെ സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വരുന്നു. അപ്പം അലൻ്റെ അമ്മ പറയുകയാണ്, ഇവൻ വളരെ താമസിച്ചാണ് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പം 3 വയസ്സിലാണ് അവന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പോൾ അലന് 5 വയസ്സുണ്ട്. ഇപ്പം ഞാനിത് പറയാൻ വേണ്ടി വിട്ടുപോയൊരു പോയിൻ്റാണ്. അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡിൻ്റെ ഈ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റുകളൊക്കെ വളരെ ലേറ്റായിട്ടായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്പീച്ച് ഡെവലപ്മെൻറ്റ് അത് നടക്കുന്നത് ചിലപ്പം 3 വയസ്സിലൊക്കെ ആയിരിക്കും നടക്കുന്നത്. സാധാരണ കുട്ടികളിൽ നടക്കുന്നത് 1 വയസ്സിലാണെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്നത് അത് 3 വയസ്സിലായിരിക്കും. അപ്പോൾ അമ്മ പറയുന്നു, ഓക്കെ, ഇവൻ്റെ ഈ സ്പീച്ച് ഡെവലപ്മെൻറ്റൊക്കെ തന്നെ വളരെ പതിയാണ് നടക്കുന്നത്. അവനങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. എന്തെങ്കിലും സംസാരിക്കണേ തന്നെ 1-2 വാക്ക് മാത്രമേ പറയത്തുള്ളൂ. അത് ചിലപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്താ പറയുക, അവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്പനിയും ഇല്ല. അതിനോടൊന്നും താല്പര്യമില്ല. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള, അത് വെച്ചിങ്ങനെ കളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവൻ്റെ ഉള്ളൂ. അവനെ സംബന്ധിച്ച് അവന് തന്നെ അവൻ്റേതായിട്ടൊരു ലോകമുണ്ട്. അതിനകത്താണ് ആൾ എപ്പോഴും. ഒന്നെങ്കിൽ അവൻ TV കാണുക, അല്ലെങ്കിൽ അവൻ ഈ ഒരു സാധനമായിട്ട് ഇങ്ങനെ കളിക്കുക. അവന് പിന്നെ വെള്ളത്തോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം ഒരു വെള്ളം ഇങ്ങനെ ടാപ്പിൽ കൂടെ വീണുകൊണ്ടിരുന്ന സമയത്ത് അവൻ പോയിട്ട് അവിടെ മണിക്കൂറുകളോളം നോക്കി നിൽക്കുക ഉണ്ടായി. അപ്പം അങ്ങനെ ആ വെള്ളത്തോട് വല്ലാത്തൊരു ഇഷ്ടം ആ ഒരു കുട്ടിക്ക് അവന് ഉണ്ട് എന്ന് പറയുന്നു. പിന്നെന്താണ് പറയുന്നത്, പിന്നെന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പുള്ളിക്ക് അവനൊരു രീതികളുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ അവൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന് പല്ല് തേക്കണമെങ്കിൽ അവൻ്റേതായിട്ടൊരു ബ്രഷുണ്ട്. ആ ബ്രഷ് മാത്രമേ, ആ ബ്രഷിൻ്റെ ഒരു ഇത്ര അളവിൽ പേസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അവൻ പല്ല് തേക്കത്തുള്ളൂ. അവൻ സ്കൂളിൽ പോകണമെങ്കിൽ അവന് ഒരു പ്രത്യേകമായിട്ടൊരു ഡ്രസ് കോഡുണ്ട്. അത് വിട്ടിട്ട് മാത്രമേ പുള്ളി സ്കൂളിൽ പോകത്തുള്ളൂ. ബാഗൊക്കെ വേറെ ആയിട്ട് ഉപയോഗിക്കത്തില്ല. എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെതായിട്ടൊരു രീതിക്ക് മാത്രമേ വെക്കത്തുള്ളൂ. ഇതിനകത്ത് അവൻ എന്തെങ്കിലും നമ്മളൊക്കെ തെറ്റിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി, ഒച്ചപ്പാടുണ്ടാക്കി, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. എന്നാൽ വീട്ടിലങ്ങനെ വലിയൊരു പ്രശ്നം തന്നെ ആളുണ്ടാക്കി. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഒച്ച വെക്കുക, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് നമ്മളൊരു ക്രൗഡഡായിട്ടുള്ള ഏരിയയിൽ പോവുക, ഇതൊന്നും പുള്ളിക്ക് സഹിക്കാൻ വേണ്ടി പറ്റത്തില്ല. പുള്ളി ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് അതൊക്കെ ഭയങ്കര ഒരു അവിടെ പബ്ലിക്കാണെന്നും നോക്കത്തില്ല. പുള്ളി അങ്ങ് കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പം സ്കൂളിൽ ചെന്നാലും ടീച്ചർ പറയുന്ന കാര്യം ഇതാണ്, മറ്റു കുട്ടികളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അവനൊറ്റയ്ക്ക് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവന് പഠിക്കുന്നതിനകത്തോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനകത്തോ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാണ് ടീച്ചർ പറയുന്നത്. പക്ഷേ ഇവനിങ്ങനെ മറ്റു കൂട്ടുകാരുമായിട്ടൊന്നും വലിയ കമ്പനികൾ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഒരു കേസ് മുന്നിൽ വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കുട്ടിക്ക് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡിസോർഡർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞ ചില കേസുകളിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള സിംറ്റംസ് വൈകിയാണ് വരുന്നത്. ഇപ്പോൾ ഒരു 3 വയസ്സ് അവരിൽ നമുക്ക് കുഞ്ഞുനാൾ മുതലേ കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എങ്ങനെ ഒരു കുഞ്ഞുകുട്ടിയിൽ നിന്ന് ഓട്ടിസ്റ്റിക് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് നോക്കാം. ഒന്നെന്ന് പറയുമ്പം 12 മാസം ആയെങ്കിൽ കൂടിയും ആ കുട്ടിക്ക് ബാബ്ലിംഗ് സൗണ്ട് ഉണ്ടാവത്തില്ല. ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 വേർഡുകൾ തമ്മിൽ പറയുന്നത്. കുഞ്ഞു കുട്ടികളൊക്കെയാണ് നമ്മൾ പറയും അമ്മ
അങ്ങനെയൊക്കെ നമ്മൾ 2 സൗണ്ട് കൂയിങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ബാബ്ലിംഗ് സൗണ്ട് ഈ ഒരു 12 വയസ്സായ 12 മന്താണെങ്കിൽ കൂടിയും ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്ത് വരത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ജെസ്റ്റേഴ്സും അങ്ങനെ കുട്ടി ഉപയോഗിക്കത്തില്ല. ഒരു 12 മാസം ആയെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ നോക്കുക, അതിനകത്തൊരു സീരിയസ് ആയിട്ട് നമ്മൾ കാണുക. 16 മാസമായിട്ട് പോലും ഒരു സിംഗിളായിട്ടൊരു വേർഡ് പോലും പറയുന്നില്ലെങ്കിൽ നമ്മൾ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെന്താണ് പറയുന്നത്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പം ഏർലി പീരീഡിൽ തന്നെ നമുക്ക് ഓട്ടിസ്റ്റിക് ആണോ അല്ലയോ എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം എക്സാമിന് വേണ്ടി ആയതുകൊണ്ടാണ് വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കാരണം സമയം ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ലെന്നും കൂടെ കരുതുന്നു. പിന്നീട് നമുക്കൊരു അവസരത്തിൽ ഇതിനെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.